ശശി തരൂർ, ഡോക്ടർ ശശി തരൂർ തലസ്ഥാനത്തിന്റെ UDF സ്ഥാനാർത്ഥി ഇതാ എത്തിയിരിക്കുന്നത് പേരൂർക്കടയിലും ആവേശം. മൂന്ന് കൂട്ടരും ഒപ്പത്തിനൊപ്പം ഒരേ സ്ഥലത്ത് നിന്ന് വർണ്ണങ്ങൾ പെയ്തിറങ്ങുന്ന ഒരു കവലയായി മാറുന്നു. ശശി തരൂരിലേക്ക്, തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് ശശി തരൂർ. നമ്മൾ പന്ന്യൻ രവീന്ദ്രനെയും കണ്ടു. ഇനി രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യം കൂടി കാണാനുള്ളൂ. പത്തനംതിട്ടയിൽ തോമസ് ഐസക്, മന്ത്രി വീണ ജോർജിനും മറ്റു നേതാക്കൾക്കുമൊപ്പം ഇതാ കുട്ടിക്കലാശം നടക്കുന്ന പേരൂർക്കടയിലേക്ക് തിരുവനന്തപുരത്ത് ശശി തരൂർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആറ്റിങ്ങൽ, മലപ്പുറം, വയനാട് എന്നുള്ള ദൃശ്യങ്ങളാണ് ഏറ്റവും അവസാനത്തെ 6ാമത്തെ സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. വയനാട് ആവേശത്തിലേക്ക് അങ്ങനെ വരുന്ന കാഴ്ചയേ ഉള്ളൂ. ആളുകളൊക്കെ പോകുന്നു. ആവേശം, അതിൻ്റെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ ഉടൻ നമുക്ക് കൂടുതലായി നൽകാൻ കഴിയും. പത്തനംതിട്ടയിൽ അവിടെ സ്ഥാനാർത്ഥിയെ കണ്ടു. അനിൽ ആന്റണി, നേരത്തെ തോമസ് ഐസക്, ഇവർ രണ്ടുപേരെ കണ്ടു. അങ്ങനെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി കേവലം 1 മണിക്കൂർ 10 മിനിറ്റ് അല്ലെ 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ പരസ്യ പ്രചാരണത്തിന് കൊടിയിറങ്ങാൻ. കൃത്യമായി പറഞ്ഞാൽ 1 മണിക്കൂർ 7 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണം ഇതെല്ലാം. 40 ദിവസം നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചാരണം കേരളത്തിൽ അവസാനിക്കുകയാണ്. അവസാനത്തെ മണിക്കൂറിലേക്ക് കടക്കുകയാണ്. അവസാനത്തെ മണിക്കൂർ പിന്നിട്ട് നാളെ ഒരു ദിവസം, അതിനുശേഷം മറ്റന്നാൾ കേരളം ബൂത്തിലാണ്. 40 ദിവസം നമ്മൾ എന്തെല്ലാം കണ്ടു, എന്തെല്ലാം കേട്ടു, എന്തെല്ലാം പലയിടങ്ങളിൽ നിന്നും അരുതാത്തതൊക്കെയും ഉണ്ടാകുന്നതായി വാർത്തകൾ വന്നു. അങ്ങനെ സെൻസിറ്റീവ് മണ്ഡലങ്ങളായി 5ഓളം മണ്ഡലങ്ങൾ ഇത്തവണ മാറുന്ന കാഴ്ചയും കണ്ടു. ത്രികോണം, വലത്തേക്ക് എത്ര, ഇടത്തേക്ക് എത്ര, 20ൽ എത്ര BJPക്ക്, അങ്ങനെ മനസ്സൊക്കെ പല കുറി നമ്മളിങ്ങനെ ആവേശത്തിലേക്ക് ആലോചിച്ചും ചിന്തിച്ചുമൊക്കെ പോയി. അങ്ങനെ 40 ദിവസം പിന്നിട്ട് ഇനി 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ ആ അവസാന നിമിഷത്തേക്ക്, ആ കൊടിയിറക്കത്തിലേക്ക് എത്താനായി. ശശി തരൂർ പ്രവർത്തകർക്കൊപ്പം തിരുവനന്തപുരത്ത്. ഉമ്മൻചാണ്ടിയുടെ മകളല്ലേ? യെസ്. ശശി തരൂരിനൊപ്പം അച്ചു ഉമ്മൻ. തിരുവനന്തപുരത്ത് പ്രചാരണം അവസാനത്തെ മണിക്കൂറിൽ ആവേശകരമായ നിലയിൽ മുന്നോട്ട് നീങ്ങുകയാണ്. തൃശ്ശൂരിലും പോലീസ് ബാരിക്കേഡ് കെട്ടി ആവേശം അതിരുവിടാതിരിക്കാൻ അതിരു തീർത്തുകൊണ്ട് തൃശ്ശൂരിലും വളരെ തെരുവുകൾ ഇരമ്പിയാർക്കുന്ന കാഴ്ചയാണ് എല്ലായിടത്തു നിന്നും കാണുന്നത്. ആകാശത്തേക്ക് ഉയരുന്ന വർണ്ണ ബലൂണുകൾ, പൊന്തിപ്പോകുന്ന, മുഷ്ടി ചുരുട്ടി എറിയുന്ന, മാനത്തേക്ക് ഉയർത്തിപ്പിടിക്കുന്ന കൊടികളുണ്ട്, കൊടിക്കൂറകളുണ്ട്, മുദ്രാവാക്യം വിളികളുണ്ട്, ആർപ്പുവിളികളുണ്ട്, ആവേശമുണ്ട്. അവസാനത്തെ പ്രചാരണത്തിന്റെ മുഹൂർത്തങ്ങൾ, അന്തിമ മുഹൂർത്തങ്ങളുടെ ആവേശ തിരയിളക്കം ഇതാ കേരളത്തിലുടനീളം. മലപ്പുറത്ത് നേരിയ സംഘർഷം നേരത്തെ റിപ്പോർട്ട് ചെയ്തു. തൃശ്ശൂരിൽ ആ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന്. അതുകൊണ്ട് പോലീസ് കരുതലോടെയാണ് നീങ്ങുന്നത്. ബാരിക്കേഡുകളൊക്കെ തീർത്തുകൊണ്ടാണ് പ്രവർത്തകരെ ഇരുചേരിയിലായി നിർത്തിക്കൊണ്ട് കരുതലോടെ നീങ്ങുന്നു. അങ്ങനെ വിവിധ ഇടങ്ങളിൽ തലസ്ഥാനത്ത് UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ ഇപ്പോൾ പേരൂർക്കടയിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രവർത്തകർ അത്യന്തം ആവേശത്തോടുകൂടി തരൂരിനായി ജയ് വിളിക്കുന്നു. ഒപ്പം പന്ന്യൻ രവീന്ദ്രൻ LDF സ്ഥാനാർത്ഥിയും, മറുവശത്തൂടെ ഡോക്ടർ രാജീവ് ചന്ദ്രശേഖരന്റെ BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടില്ല. അദ്ദേഹവും എത്തുമായിരിക്കും. അങ്ങനെ ആവേശം അലതല്ലുകയാണ്.